മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം, ഇത് പാർട്ടിയെ ഒരു തരത്തിലും പോറലേൽപ്പിക്കില്ല. അസിത പറഞ്ഞതുപോലെ തന്നെ സംഘടനാപരമായി ഒരു തരത്തിലും അത് പോറലേൽപ്പിക്കില്ലായിരിക്കാം. ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പാർട്ടിയിൽ നിന്ന് പോയത് പോറലേൽപ്പിക്കുന്നില്ല എന്ന് കൂട്ടാം. പക്ഷേ 3 MLA-മാരാണ് CPIM വിട്ട്, മുൻ MLA-മാരാണ് CPIM വിട്ട് പോയിരിക്കുന്നത്. കെ രാജേന്ദ്രനുണ്ട്, അതുപോലെ തന്നെ PK ശശിയുണ്ട്, എസ് രാജേന്ദ്രനുണ്ട്, ജി സുധാകരനുണ്ട്, അതുപോലെ തന്നെ TK ഗോവിന്ദൻ, വി കുഞ്ഞികൃഷ്ണൻ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഐഷ പോറ്റിയുണ്ട്. ഇത് ഇങ്ങനെ ഒരു കൊഴിഞ്ഞുപോക്ക് ഒരു ഇലക്ഷന് തൊട്ട് മുൻപ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അല്ലാതെ സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നിരവധി പേർ പാർട്ടി വിട്ട് പോയിട്ടൊക്കെയുള്ള ചരിത്രം മുമ്പിലുണ്ട്. പക്ഷേ സമകാലിക രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയധികം CPIM മുതിർന്ന നേതാക്കൾ അവരൊക്കെ അതത് ജില്ലകളിലെ ആ പാർട്ടിയുടെ മുഖമായിരുന്നു എന്ന് നമുക്ക് നിർബന്ധമായിട്ട് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്നതാണ്. ഒരു കാര്യം കൂടെ, അതായത് അസിത പറഞ്ഞ ഒരു കാര്യമാണ്, അതായത് പയ്യന്നൂരിൽ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കൊഴിഞ്ഞുപോക്കിലേക്ക് പാർട്ടി പോകുന്നു എന്ന് പറയുമ്പോൾ അത് പൊതുവിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. കാരണം ഒരു വ്യക്തി ഒരുപക്ഷെ പോറലേൽപ്പിക്കില്ല, പക്ഷേ ഇത്രയധികം ആളുകൾ കൂട്ടത്തോടെ പോകുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാകുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വിശ്വാസക്കുറവ് അല്ലെങ്കിൽ ഒരു സംശയം ആളുകളിൽ ഉണ്ടാക്കുമെന്നുള്ളതിനാണ് ഞാൻ കാണുന്നത്. ഈ കൊഴിഞ്ഞു പോകുമ്പോഴും ഗോപി, ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ കൊഴിഞ്ഞുപോയ ആളുകളുടെ ഒക്കെ കാര്യം തനേഷ് പറഞ്ഞല്ലോ, എല്ലാവരും പ്രധാനപ്പെട്ട നേതാക്കളാണ്. ഇവരൊക്കെയും നേരെ എതിർപ്പാളയത്തിൽ പോയി ഒന്നുകിൽ ആ ചിഹ്നത്തിൽ മത്സരിക്കുന്നു, ഇല്ലെങ്കിൽ അവരുടെ പിന്തുണയോട് കൂടി മത്സരിക്കുന്നു. പക്ഷേ ആ ക്യാമ്പിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരാളുണ്ട്, അത് കുഞ്ഞികൃഷ്ണനാണ്. അപ്പോൾ എന്താണ് CPIM എന്ന് പറയുന്ന പാർട്ടിയുടെ സംഘടനാ സംവിധാനം? CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായ ഇടങ്ങളിൽ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അതിൽ നിന്നും വിട്ടുപോയി മറ്റൊരു ക്യാമ്പിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്ട് എന്താണെന്നുള്ളത് ഈ കൂട്ടത്തിൽ വ്യക്തമായി അറിയാവുന്ന തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം അതിൽ അങ്ങനെ ഒരു ടേക്ക് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പറയുന്ന നിലയിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ളതിനെ ആധികാരികമായി ശരിവെക്കുന്നുണ്ട് കുഞ്ഞികൃഷ്ണന്റെ സമീപനം. ശരി, അതായത് കുഞ്ഞികൃഷ്ണന്റെ സമീപനത്തെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കുഞ്ഞികൃഷ്ണൻ അവിടെ UDF-ന്റെ പിന്തുണ അല്ലെങ്കിൽ അവരുടെ ക്യാമ്പിൽ പോയി നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയില്ല. കാരണം അത് സ്വാഭാവികമായിട്ടും കുഞ്ഞികൃഷ്ണന് ലഭിക്കാനുള്ളത് CPM-നകത്ത് നിന്നുള്ള വോട്ടുകളാണ്. ആ വോട്ടുകളെ അത് തടസ്സപ്പെടുത്തുമെന്നത് അല്ല, ഞാൻ പറയാം തടസ്സപ്പെടുത്തുമെന്നുള്ളതുകൊണ്ട് പറ്റില്ല. ഇനി രണ്ടാമത്, എനിക്കറിയില്ല നിങ്ങൾ എത്ര പേര് എന്നോട് യോജിക്കുമെന്ന്. ഇപ്പോൾ CPM-ൽ നിന്ന് പിണങ്ങിപ്പോകുന്നവർ അല്ലെങ്കിൽ വിമതരായി നിൽക്കുന്നവർ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തെ ധിക്കരിച്ച് പോകുന്നവരോട് CPM പുലർത്തുന്ന സമീപനം എന്താണ്? ഇപ്പോൾ ജി സുധാകരന്റെ തീരുമാനം വന്നതിന് തൊട്ട് പിന്നാലെ ദിലീപ് സുധാകരന്റെ വീട്ടിന് മുന്നിൽ വന്നത് വർഗവഞ്ചകൻ എന്നാണ്. TK ഗോവിന്ദന്റെ കാര്യത്തിൽ ഇതേപോലെ തന്നെ നേതാക്കൾ ഒന്നടങ്കം പറഞ്ഞു തള്ളിക്കളഞ്ഞു. വി കുഞ്ഞികൃഷ്ണന്റെ കാര്യത്തിൽ ഇന്നിപ്പോൾ വി കുഞ്ഞികൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ്, അവിടെ ഒരു ചെറിയ ഓഫീസ് ഉണ്ടാക്കിയത്, എനിക്കൊന്ന് കണ്ണൂത്തുമൂല അങ്ങനെ ആ സ്ഥലത്തിന്റെ പേര്, അവിടെ അവര് 2 ദിവസമായിട്ട് അവിടെ ഉള്ള വി കുഞ്ഞികൃഷ്ണനോടൊപ്പമുള്ളവർ ഈ ഒരു ഓഫീസ് അന്വേഷിച്ച് നടക്കുകയാണ്. ഒരു ചെറിയ കടമുറിയെങ്കിലും കിട്ടുമോ എന്നുള്ള അന്വേഷണത്തിലായിരുന്നു അവർ. ഒരാൾ പോലും CPIM-നെ ഭയന്നാകാം ഏതായാലും കടമുറി കൊടുക്കാൻ തയ്യാറായില്ല. അവസാനം അവർ ഒരു സ്ഥലമൊക്കെ കണ്ടെത്തി. അവിടെ ഇന്ന് രാവിലെ ആ സ്ഥലമൊക്കെ പന്തല് കെട്ടിയപ്പോഴാണ് ആ സ്ഥലമുടമ വന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന കാര്യം. ഒരു കാര്യം കൂടി വി കുഞ്ഞികൃഷ്ണൻ ഇന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് വി കുഞ്ഞികൃഷ്ണന്റെ മുഖം തല വെച്ചിട്ട് അതിന്റെ 2 ഭാഗത്ത് വാളും ഇതും വെച്ചിട്ടുള്ള ഈ ഫ്ലക്സ് ബോർഡുകളും ബാനറുകളും ഒക്കെ തൂക്കി അവിടെ ഒരു പോലീസിന്റെ ഭാഗത്ത് ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞികൃഷ്ണൻ മറ്റ് ക്യാമ്പുകളിൽ പോകുന്നില്ല, CPM-ന്റെ സംഘടനാ സംവിധാനം, ഇതൊക്കെ പറയുമ്പോഴും ഇങ്ങനെയാണ് ഇവർ ഡീൽ ചെയ്യപ്പെടുന്നതാണ്. ഇപ്പോൾ ശരിയാണ്, കൈപ്പത്തി ചിഹ്നത്തിൽ ഇപ്പോൾ TK ഗോവിന്ദന്റെ കാര്യത്തിൽ ഒരുപക്ഷെ കൈപ്പത്തി ചിഹ്നത്തിൽ PK ശശി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ പോകുന്നു. എങ്ങനെയാണ് ഈ ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഇവരെല്ലാം കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്നാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് എതിരാളികളുടെ കോടാലി കൈയായി ഇവരൊക്കെ മാറിയെന്നാണ്. സംഘടനാ സംവിധാനത്തിൽ ആ ഭാഷയിൽ പ്രതികരിക്കാം, പക്ഷേ ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഇവർക്ക് സ്വതന്ത്രമായി നിൽക്കാനുള്ള റൈറ്റ് ഉണ്ട്, അത് നിഷേധിക്കപ്പെടുന്നുണ്ട്. അത്തരം സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാവുന്നുണ്ട് കുഞ്ഞികൃഷ്ണന്റെ ഒക്കെ കാര്യത്തിൽ. അല്ല, അതിപ്പോൾ മറു ക്യാമ്പിൽ നിന്നും പോകുമ്പോഴും സ്വാഭാവികമായും ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ തന്നെ. ഞാനൊരു ഉദാഹരണം പറയാം, ചെറിയൊരു ഉദാഹരണം. കെ സുധാകരനുമായി ബന്ധപ്പെട്ട് കെ സുധാകരൻ പാർട്ടിയിൽ നിന്നും പോയിട്ടില്ല അല്ലെ, പക്ഷേ കെ സുധാകരനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പോകുന്നു, വിമതരാകുന്നു, BJP-യിലേക്ക് പോകുന്നു എന്നുള്ള വലിയ ചർച്ചകൾ നടക്കുമ്പോൾ കെ സുധാകരനെതിരെ കേരളത്തിലെ ഒരു കാലത്ത് കുറച്ചധികം നാളുകൾക്ക് മുൻപ് യൂത്ത് കോൺഗ്രസിന്റെ മുഖമായി തന്നെ കണ്ടിരുന്ന രാഹുൽ മാങ്കുടത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. മറ്റൊരാൾ ജിൻഡോ ജോൺ എന്ന് പറയുന്ന ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി കൂടിയാണ്, ചർച്ചകളിലൊക്കെ സജീവ മുഖമാണ്. അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. സുധാകരൻ എന്നുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. അപ്പോൾ സ്വാഭാവികമായും നിൽക്കുന്ന പാളയത്തിൽ നിന്നും പോകുമ്പോഴുണ്ടാകുന്ന അത്തരം പ്രതികരണങ്ങൾ ഇതിൽ വിഷയമല്ല, ഒരു സൈബർ ആക്രമണമല്ല, അതിനും അപ്പുറത്തേക്ക് പോകുന്നു എന്നുള്ളിടത്താണ് ഇവിടെ പ്രശ്നം നിൽക്കുന്നത്.
നമുക്കറിയാം, നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുമെന്നറിയില്ല. ഇപ്പോൾ ടി.പി. ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. പാർട്ടി വിട്ടു പോകുമ്പോൾ എങ്ങനെയാണ് അത് ഡീൽ ചെയ്യപ്പെടുന്നത് എന്നുള്ളതൊക്കെ നമ്മുടെ സമൂഹത്തിന് മുമ്പിലുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറേ അങ്ങനെ ഒരു ജനറലൈസ് ചെയ്ത് പറയാൻ കഴിയുമോ തനേഷ്? ഇപ്പോൾ ടി.പി. മാത്രമല്ല, പാർട്ടി വിട്ടുപോയ എം വി രാഘവനും കെ.ആർ. ഗൗരിയും ആക്രമിക്കപ്പെട്ടില്ലേ? അവർക്ക് പിന്നീട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിഞ്ഞു. പക്ഷേ അവർ ആക്രമിക്കപ്പെട്ടില്ല എന്നുള്ള വാദം ശരിയല്ല. പ്രേക്ഷകർക്ക് അറിയാം, പയ്യന്നൂരിനെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ വോട്ടർമാർ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന അനുഭാവം പുലർത്തുന്ന വോട്ടർമാർ ചിഹ്നം മാത്രം നോക്കി വോട്ട് കുത്തുന്നവരാണ് എന്ന് പൊതുവിൽ പറയും. ആ ഒരു ഉറപ്പും ആ ഒരു ധൈര്യവുമായിരിക്കും വി കുഞ്ഞികൃഷ്ണൻ ഇപ്പുറത്ത് ഈ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉന്നയിച്ച് സ്വതന്ത്രനായി നിൽക്കുമ്പോൾ പോലും പാർട്ടിക്ക് ആത്മവിശ്വാസം നൽകും. ഏതായാലും പയ്യന്നൂരിൽ നിന്ന് ഇന്ന് വന്ന വാർത്തകൾ അത്ര സുഖകരമായിരുന്നില്ല. കാരണം കുഞ്ഞികൃഷ്ണനെ സംബന്ധിച്ച് സ്വതന്ത്രനായി നിൽക്കാനും അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താനും വോട്ട് ചോദിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഇടാനും ഒക്കെയുള്ള അധികാരവും അവകാശവും ഈ ജനാധിപത്യ സംവിധാനത്തിലുണ്ട്. അത് നിഷേധിക്കുന്നത്, അതിന് തടസ്സം നിൽക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ഒരു സംഘടനാ നിയമങ്ങളോ സംവിധാനത്തിന്റെ പേരിൽ അതിന് ഒരു ന്യായീകരണം. ബംഗാളിൽ ഇതേ അവസ്ഥയായിരുന്നു. ഈ രാഷ്ട്രീയ എതിരാളികൾ ബംഗാൾ രാഷ്ട്രീയ എതിരാളികൾക്ക് അവിടെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോൾ എന്താണ് അവസ്ഥ? ഇപ്പോൾ അവിടെ ഒരു പാർട്ടി ഓഫീസോ അല്ലെങ്കിൽ സ്വന്തമായി ഒരു ഇലക്ഷൻ കമ്മിറ്റി ഓഫീസോ CPIM-ന് അവിടെ തുടങ്ങാൻ തൃണമൂൽ സമ്മതിക്കില്ല. അപ്പൊ അത് ഏത് പാർട്ടിയാണെങ്കിലും അത് ജനാധിപത്യ വിരുദ്ധമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.